ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. അയില മുളകിട്ടതാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 10 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പീസ് സവാള നൈസായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. ചെറിയുള്ളിയും സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 ചെറിയ തക്കാളി ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ സ്റ്റൗ സിമ്മിലേക്ക് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് പുളിയാണ് എടുത്തത്. ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇവിടെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. അയില ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. 2 അയില വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മീനൊന്നും ഉടഞ്ഞു പോവാതെ വേണം ഇളക്കി കൊടുക്കാൻ. വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അയില ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിനേക്കാളും കുറവാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അയില മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.